കാസർഗോഡ് റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കരാർ ജീവനക്കാരെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട് സർക്കാർ 4 മാസത്തെ ശമ്പളം നൽകാതെ 200ഓളം കരാർ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ജീവനക്കാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 4 മാസത്തെ ശമ്പളം കുടിശ്ശികയാക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി നിയമിച്ച കരാർ ജീവനക്കാരെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു. ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട നടപടി സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ ഫണ്ടില്ലെന്ന മറുപടിയാണ് കാസർകോട്ടെ റീസർവേ കരാർ ജീവനക്കാർക്ക് ലഭിച്ചത്. സർക്കാർ തലത്തിൽ നിന്ന് അവർ പറയുന്നത് വെച്ചാൽ ഫണ്ടിന്റെ ലഭ്യതയില്ല, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് കടത്തിലാണ്, പിന്നെ ഫണ്ട് റേസ് ചെയ്യാനുള്ള സോഴ്സ് കാണുന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ ഓണത്തിന് മുമ്പേ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് മാസങ്ങൾ ഇങ്ങനെ പിന്നിട്ടു. മാർച്ച് മാസം മുതലുള്ള ശമ്പളം കുടിശ്ശികയാണ്. 20,000 രൂപ വീതം പ്രതിമാസം കരാർ ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു. വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നിലവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എല്ലാവരും ഓരോരോ കഴിവിൻ്റെ മാക്സിമം ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. രാപകലില്ലാതെ കുന്നും മലയും എല്ലാം കയറി ഈ വെയിലും മഞ്ഞൊക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിലായി റീസർവേ ജോലി ചെയ്തു വന്ന 200ഓളം കരാർ ജീവനക്കാരെയാണ് കാസർഗോട്ട് പിരിച്ചുവിട്ടത്. മറ്റ് ജില്ലകളിലും ശമ്പളം നൽകാതെ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്.